കല്ലറയ്ക്ക് മുമ്പിൽ നിന്ന് ഒരു പെൺകുട്ടി നിലവിളിച്ച് കരയുകയാണ്. അവൾ അത്രയേറെ സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും പിരിയാൻ പറ്റില്ല. അവളുടെ സ്നേഹം അഗാധമാണ്. മരിച്ചു കഴിഞ്ഞാലും മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഓർമ്മകളിൽ അവൻ മാത്രമാണ്. ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങാനും പറ്റുന്നില്ല. അതുകൊണ്ട് അവൾ കല്ലറയ്ക്ക് മുമ്പിൽ വന്നു. കല്ലറയ്ക്ക് മുമ്പിൽ വന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. അവനെ ഓർത്ത് വിലപിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ആ കണ്ണീരിൻ്റെ ഇടയ്ക്ക് അവനോട് ഉണ്ടായിരുന്നു. ആ കണ്ണീരിനൊടുവിൽ അവൻ വന്ന് അവളോട് സംസാരിച്ചു. ഒരു കണ്ണീരിന് മുമ്പിലും ദൈവത്തിന് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അവൻ അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഒരു കാര്യം നമുക്കൊരു തെളിച്ചമുണ്ടാകണം. ആത്മാർത്ഥമായി എവിടെയൊക്കെയാണോ ദൈവത്തോടുള്ള സ്നേഹം കാണിച്ചിട്ടുള്ളത് അവരുടെ എല്ലാവരുടെയും കണ്ണീരിന് മുമ്പിൽ നമ്മുടെ ദൈവത്തിന് വരാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവൾ കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവൻ സംസാരിച്ചു. എന്തിനാ നീ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പെട്ടെന്ന് കരുതിയത് തോട്ടക്കാരനെന്നാണ്. അവളൊരു തോട്ടക്കാരനാണെന്ന് കരുതി എൻ്റെ ഗുരുവിനെ ആരോ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് അവൾ പരാതി പറഞ്ഞു. പ്രശ്നം എന്താണെന്നറിയോ? കരഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് അവളുടെ ഗുരു, അവൾ അത്രയും നാളും സ്നേഹിച്ചിരുന്ന ആൾ മുമ്പിൽ നിൽക്കുമ്പോൾ അവൾക്ക് മനസ്സിലായില്ല. ഇത് നമുക്കൊരു വലിയ സ്പിരിച്വാലിറ്റി ആയിരിക്കണം. നമ്മൾ ഈ പള്ളിയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദൈവം ചിലപ്പോൾ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കും. കൃത്യമായി ദൈവം നമ്മുടെ മുമ്പിലുണ്ടാവും. കരഞ്ഞ് നിൽക്കുന്നവർക്ക് കാഴ്ച തെളിച്ചം കിട്ടില്ല. അവർക്ക് കൃത്യമായി ദൈവത്തെ കാണാൻ പറ്റില്ല. നമ്മൾ കരഞ്ഞ് ജീവിക്കേണ്ടവരല്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഗോസ്പൽ. ആ കണ്ണീർ അല്പം തുടയ്ക്കണം. ദൈവം നമ്മുടെ മുമ്പിലുള്ളത് നമുക്ക് കാണാൻ ഇപ്പോഴും വൈമുഖ്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? കരഞ്ഞു തീർക്കേണ്ടതല്ല ജീവിതമെന്നും സംസാരിക്കുന്ന ആ ദൈവത്തെ കൺകുളിർക്കി കാണുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെയൊക്കെ വിളി. അങ്ങനെ കാണാതെ പോകുന്ന കാഴ്ചക്കിടയിൽ ഇപ്പോഴും മറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ നമ്മൾ എന്തുകൊണ്ട് കാണാൻ മടിക്കുന്നു? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.